എഴുത്തുകൂട്ടം ദ കമ്മ്യൂൺ ഓഫ് ലെറ്റേഴ്സിൻ്റെ ചലച്ചിത്ര പരിചയത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മോൻസി ജോൺ. ഇംഗ്മർ ബെർഗ്മാൻ്റെ അനന്യമായ ഒരു സിനിമയാണ് ക്രൈസ് ആൻഡ് വിസ്പേഴ്സ്. എക്കാലത്തെയും മികച്ച ലോക സിനിമകളിലൊന്ന്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം സ്വീഡനിൽ നിർമ്മിക്കപ്പെട്ട ടാക്സിംഗ് നാസ്ബി കൊട്ടാരമാണ് ഈ സിനിമയുടെ ലൊക്കേഷൻ. ഏതാണ്ട് സിനിമയിലുടനീളം കൊട്ടാരത്തിനുള്ളിലാണ് നമ്മൾ. ഒരിക്കൽ മാത്രമേ അതിൻ്റെ ഒരു ജനലെങ്കിലും തുറന്ന് നാം കാണുന്നുള്ളൂ. 2 തവണ മാത്രം സിനിമയിലെ കഥാപാത്രങ്ങൾ പുറത്ത് ഉദ്യാനത്തിലും നടക്കുന്നത് കാണാം. കൊട്ടാരത്തിൻ്റെ ഉൾവശത്തുള്ള ഭിത്തികളും കർട്ടണുകളുമെല്ലാം കടുത്ത രക്തവർണ്ണം ക്രിംസൺ നിറത്തിലാണ്. ക്രിംസൺ നിറം പൂശിയ ഒരു വലിയ മുറിയിൽ വെള്ളവസ്ത്രമണിഞ്ഞ 4 സ്ത്രീകളെ താൻ ഒരിക്കൽ സ്വപ്നം കണ്ടിരുന്നതായി ഈ സിനിമയെപ്പറ്റി പറയുമ്പോൾ ബെർഗ്മാൻ ഓർക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഉൾവശം രക്തവർണ്ണാഭമായ ഒരു പാടയാൽ പൊതിഞ്ഞിരിക്കും എന്നും അദ്ദേഹം കൗതുകപൂർവ്വം നിരീക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിൽക്കാല ചിത്രങ്ങളുടെ എല്ലാം ഛായാഗ്രാഹകനായിരുന്ന സ്വെൻ നൈക്വിസ്റ്റ് ഈ ചിത്രത്തിലൂടെയാണ് ആദ്യമായി ഓസ്കാർ അവാർഡ് നേടുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ തന്നെ അവസാനമാണ് ഈ കഥയുടെ കാലഘട്ടം. അഭിജാത കുടുംബാംഗങ്ങളായ ആഗ്നസ്, കാരിൻ, മരിയ എന്നീ സഹോദരിമാരുടെ ബാല്യകാല വസതി ഈ കൊട്ടാരമായിരുന്നു. ഇന്ന് ഇവിടെ താമസിക്കുന്നത് അവിവാഹിതയായ ആഗ്നസാണ്, തൻ്റെ ആത്മമിത്രം കൂടിയായ ഏക സഹായി അന്നയോടൊപ്പം. അന്നയുടെ കൊച്ചുമകൾ അടുത്തിടെയാണ് മരണപ്പെട്ടത്. ആഗ്നസ് ഇപ്പോൾ ഗുരുതരമായ ക്യാൻസർ രോഗം ബാധിച്ച് കിടപ്പിലാണ്. മരണാസന്നയായ ആഗ്നസിൻ്റെ അവസാന നാളുകളിൽ ഒപ്പം താമസിക്കാൻ കാരിനും മരിയയും അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം എത്തിയിട്ടുണ്ട്. ആഗ്നസിൻ്റെയും കാരിൻ്റെയും മരിയയുടെയും ഈ വീടുമായി ബന്ധപ്പെട്ട പഴയ ഓർമ്മകൾ നമ്മൾ ഫ്ലാഷ് ബാക്കിൽ കാണുന്നുണ്ട്. അതിലൊന്ന് മരിയയുടെ ഒരു ദാമ്പത്യേതര ബന്ധമാണ്. മുൻപൊരിക്കൽ മരിയ ഭർത്താവായ ജോയാക്കിമുമൊത്ത് ഇവിടെ വന്ന കാലത്ത് അന്നയുടെ മകളെ ചികിത്സിക്കാനെത്തിയ ഡോക്ടറുമൊത്ത് അവൾ ഒരു രാത്രി കിടക്ക പങ്കിട്ടു. പിറ്റേന്ന് ഇതറിഞ്ഞ ജോയാക്കിം സ്വയം കത്തികൊണ്ട് മുറിവേൽപ്പിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. രോഗിയായ ആഗ്നസിനെ ചികിത്സിക്കുന്നതും അതേ ഡോക്ടറാണ്. ഇത്തവണയും അയാളെ രഹസ്യമായി സന്ധിക്കാൻ ശ്രമിച്ച മരിയയെ അവൾ ഇപ്പോൾ എത്രമാത്രം മാറിപ്പോയി എന്ന് ഡോക്ടർ ഓർമ്മിപ്പിക്കുന്നു. കാരിൻ്റെ മനസ്സിൽ ഭർത്താവായ ഫ്രെഡറിക്കിനോടുള്ള അനിഷ്ടം എന്നും നിറഞ്ഞു നിൽക്കുകയാണ്. മുൻപൊരിക്കൽ അവർ ഇരുവരും ഇവിടെ താമസിച്ചപ്പോൾ ഒരു നയതന്ത്ര പ്രതിനിധിയായ അയാളോടുള്ള തൻ്റെ വെറുപ്പ് മുഴുവൻ അവൾ പ്രകടിപ്പിച്ചത് തൻ്റെ രഹസ്യഭാഗത്ത് ഒരു ഗ്ലാസ് ചില്ലുകൊണ്ട് മുറിവേൽപ്പിച്ച് ആ ചോര സ്വന്തം മുഖത്ത് വാരി തേച്ചുകൊണ്ടായിരുന്നു. ആഗ്നസും ചില കൈപ്പേറിയ ഓർമ്മകളിലാണ്. ബാല്യത്തിൽ തങ്ങളുടെ അമ്മയ്ക്ക് സഹോദരി മരിയയോടായിരുന്നു കൂടുതൽ അടുപ്പം എന്നത് അവളെ എന്നും വിഷമിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ അമ്മ ഒരിക്കൽ ദുഃഖിതയായ തന്നോട് വാത്സല്യം കാണിച്ചതായി അവൾ ഓർക്കുന്നു. തങ്ങളുടെ ആന്തരലോകത്തേക്ക് ഊളിയിട്ട് പോകുമ്പോഴും ഈ സഹോദരിമാർ വൈകാരികമായി ഏറെ അകന്ന നിലയിലാണ്. ആഗ്നസിൻ്റെ രോഗം നാൾക്കുനാൾ മൂർച്ഛിക്കുന്നു. അപ്പോഴും കാരിനും മരിയയ്ക്കും അവളോട് അധികം അടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ വേദന കൊണ്ട് നിലവിളിക്കുന്ന ആഗ്നസിനെ തൻ്റെ അനാവൃതമാക്കിയ മാറിൽ ചേർത്ത് പിടിച്ച് സഹായിയായ അന്ന ചിലപ്പോൾ ആശ്വസിപ്പിക്കുന്നത് കാണാം. കഠിനമായ യാതനകൾക്കൊടുവിൽ ഒരു രാത്രി ആഗ്നസ് മരിച്ചു. കൊട്ടാരത്തിലെ അവൾ കിടന്ന മുറിയിൽ തന്നെ ആഗ്നസിൻ്റെ ശരീരം സൂക്ഷിച്ചു. പ്രാർത്ഥനയ്ക്കായി വന്ന പുരോഹിതൻ ആഗ്നസിൻ്റെ വിശ്വാസം തൻ്റേതിനേക്കാൾ ഉറച്ചതായിരുന്നു എന്ന് അനുസ്മരിച്ചു. അടുത്തൊരു ദിവസം തങ്ങളുടെ എസ്റ്റേറ്റിലെ കണക്കുകൾ നോക്കുകയായിരുന്ന കാരിൻ്റെ അടുത്തേക്ക് മരിയ വന്നു. പരസ്പരം ചേർത്ത് പിടിച്ച ബാല്യകാലത്തു നിന്നും
തങ്ങളിപ്പോൾ എത്ര അകലെയാണെന്ന് അവൾ കാരിനോട് സങ്കടപ്പെട്ട് സംസാരിച്ചു. കാരിൻ ആദ്യം അതിൽ പ്രകോപിതയാവുകയാണ് ഉണ്ടായത്. എങ്കിലും ഏറെ കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ തൻ്റെ ഉള്ളിൽ ഊറി വന്ന സ്നേഹത്തിൽ അവൾ അലിഞ്ഞുപോയി. ഏറെ നേരം തുറന്നു സംസാരിച്ച അവർ പരസ്പരം ആലിംഗനം ചെയ്ത് കരഞ്ഞു. ശവമടക്കത്തിന് മുമ്പ് ഒരു രാത്രിയിൽ അന്ന കൊട്ടാരത്തിലെവിടെയോ നിന്ന് ഒരു കരച്ചിൽ കേട്ടു. നോക്കുമ്പോൾ അത് ആഗ്നസ് മരിച്ചു കിടന്ന മുറിയിൽ നിന്നായിരുന്നു. ഒരു സ്വപ്നരംഗം പോലെയാണിത്. കട്ടിലിൽ ചാഞ്ഞിരിക്കുന്ന ആഗ്നസ് കടന്നു ചെന്ന അന്നയോട് കാരിനെ കാണണമെന്ന് പറഞ്ഞു. ഭയന്ന കാരിൻ ആഗ്നസിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വിസമ്മതിച്ചു. വാതിലിൽ തന്നെ നിന്ന് അവൾ ആഗ്നസിനെ ഉച്ചത്തിൽ ശകാരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് മരിയയെ കാണാൻ ആവശ്യപ്പെട്ട ആഗ്നസ് അവൾ അടുത്തു വന്നപ്പോൾ കഴുത്തിൽ പിടിമുറുക്കുകയും മരിയ ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ നിലത്ത് വീഴുകയും ചെയ്തു. ഇരുവരും പിൻവാങ്ങിക്കഴിഞ്ഞപ്പോൾ അകത്തു വന്ന അന്ന അർദ്ധനഗ്നയായി ആഗ്നസിൻ്റെ ശരീരം തൻ്റെ മടിയിൽ ചേർത്ത് കിടത്തിയിരിക്കുന്ന ദൃശ്യമാണ് നാം പിന്നീട് കാണുന്നത്. ഒടുവിൽ അടക്കം കഴിഞ്ഞ് എല്ലാവരും പോകാൻ തയ്യാറെടുക്കുകയാണ്. അവർ കൊടുക്കാമെന്ന് പറഞ്ഞ ചെറിയ തുകയും പാരിതോഷികവും അന്ന വേണ്ടെന്ന് പറഞ്ഞു. മാസാവസാനം വരെ അവളെ അവിടെ താമസിക്കാൻ അനുവദിച്ചുകൊണ്ട് എല്ലാവരും മടങ്ങി. തനിയായപ്പോൾ ആഗ്നസ് എഴുതിക്കൊണ്ടിരുന്ന ഡയറി അവൾ തുറന്നു വായിക്കാൻ തുടങ്ങി. തൻ്റെ സഹോദരിമാർ തന്നെ കാണാൻ വന്നപ്പോൾ താൻ അനുഭവിച്ച അതിരറ്റ സന്തോഷത്തെപ്പറ്റി ആഗ്നസ് അതിൽ എഴുതിയിരുന്നു. ആദ്യ ദിവസങ്ങളിലൊന്നിൽ കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിലെ ആടുന്ന ഊഞ്ഞാലിൽ അവർ ഒപ്പമിരുന്നു. അവരുടെ ശരീരത്തോട് ചേർന്നിരുന്നപ്പോൾ അവരുടെ കൈകളുടെ ചൂട് വീണ്ടും അറിഞ്ഞപ്പോൾ ചിന്തിച്ചതായി അവൾ എഴുതിയിരിക്കുന്നു. ഇനി എന്ത് സംഭവിച്ചാലും സാരമില്ല, യഥാർത്ഥ സന്തോഷം ഇതാണ്. സിനിമ ഇവിടെ അവസാനിക്കുന്നു. ഇതിറങ്ങിയ 1972 50 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഇത് ലോക ക്ലാസിക് സിനിമയാണ്. വളരെയധികം പഠനങ്ങൾ ഈ സിനിമയ്ക്കുണ്ടായി. മരിക്കുന്നതിനെപ്പറ്റിയും പ്രണയത്തെപ്പറ്റിയും ലൈംഗിക ആസക്തിയെപ്പറ്റിയും വെറുപ്പിനെപ്പറ്റിയും നിത്യനിദ്രയെപ്പറ്റിയുമാണ് ഈ സിനിമ എന്ന് റോജർ എബർട്ട് എന്ന അമേരിക്കൻ നിരൂപകൻ പറയുന്നു. സ്നേഹം അസാധ്യം തന്നെയായ ഒരു അടഞ്ഞ വ്യവസ്ഥയ്ക്കുള്ളിലാണ് നാം. ഇവിടെ സ്നേഹം സാധ്യമാകുന്ന ഒരേ ഒരാൾ അന്നയാണ്. അവൾ ഒരു വിശ്വാസിയുമാണ്. ബെർഗ്മാൻ്റെ ആദ്യകാല സിനിമകളിൽ നിറഞ്ഞു നിന്നത് മതത്തിൻ്റെ ക്രൗര്യവും ദൈവത്തിൻ്റെ മൗനവും മനുഷ്യൻ്റെ വിശ്വാസനഷ്ടവുമായിരുന്നല്ലോ. ഈ സിനിമയിൽ അന്നയുടെ വിശ്വാസത്തിലൂടെ അദ്ദേഹം തൻ്റെ നിലപാട് മയപ്പെടുത്തിയെന്ന് എബർട്ട് സംശയിക്കുന്നു. സ്ത്രീകളുടെ ലോകമാണ് ബെർഗ്മാൻ ചിത്രീകരിക്കുന്നത് എന്നത് ഏറെ സംഗതമായ നിരീക്ഷണമാണ്. അദ്ദേഹത്തിൻ്റെ ദ സൈലൻസ്, പെർസോണ എന്നീ ചിത്രങ്ങളിലെ പോലെ കലാപകാരികളായ സ്ത്രീകളാണ് ഇവിടെയും. പക്ഷേ മിക്ക ഫെമിനിസ്റ്റ് നിരൂപകരും ഈ ചിത്രത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ വിമർശിക്കുകയാണ് ഉണ്ടായത്. സ്വന്തം അരക്ഷിതത്വ ബോധം തൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളിൽ ആരോപിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് പലരും വിലയിരുത്തിയിട്ടുണ്ട്. ബൈബിളിൻ്റെ സ്വാധീനം ഈ സിനിമയിലുള്ളത് പലരും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആഗ്നസിൻ്റെ മൃതശരീരം അന്ന തൻ്റെ മടിയിൽ കിടത്തിയിരിക്കുന്നത് പിയത്തായെ അനുസ്മരിപ്പിക്കുന്ന വളരെ പ്രകടമായ ഒരു കൽപ്പനയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം അന്ന കടിച്ചു തിന്നുന്ന ആപ്പിൾ മറ്റൊരു ബിബ്ലിക്കൽ ഇമേജറിയായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ആഗ്നസിൻ്റെ മരണം തന്നെ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്നും അഭിപ്രായമുണ്ട്. ഇതിലെല്ലാം സത്യത്തിൻ്റെ അംശങ്ങളുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഏറ്റവും ഋജുവായ ഒരു വിശദീകരണം, അത്ര നിസ്സാരമാക്കി തള്ളിക്കളയാൻ കഴിയാത്ത ഒന്ന് ഇതിന് പിന്നിലുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. ഇവിടെ അന്ന ഒഴികെയുള്ള കഥാപാത്രങ്ങളെല്ലാം അതീവ സമ്പന്നരും ഉന്നത കുലജാതരുമാണ്. സുഖലോലുപരായ അവർക്ക് സ്വന്തം വസ്ത്രം മാറാൻ പോലും അന്നയുടെ സഹായം വേണം.
വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യുന്നത് അന്നയാണ്. തനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട വസ്തുക്കളാകട്ടെ പണമാകട്ടെ വേണ്ടെന്ന് പറയുന്ന, സിനിമയിൽ ഒരിക്കൽ മാത്രം ദൃഢസ്വരത്തിൽ സംസാരിക്കുന്ന അന്നയെപ്പറ്റി ഫ്രെഡറിക് പറയുന്നത് അവൾ കുലീനയാകാൻ ശ്രമിക്കുന്നു എന്നാണ്. അതുമൂലം അവൾ ഒന്നും നേടാൻ പോകുന്നില്ല എന്ന് ഉടൻ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് അയാൾ ആ വിഷയം അവിടെ നിർത്തുകയാണ്. ഇവരുടെ സുഖലോലുപ ജീവിതത്തിൻ്റെ മടുപ്പും വിരസതയുമല്ലേ ഈ സിനിമയിൽ നാം കാണുന്നത്. ഈ അവസ്ഥയിൽ സ്നേഹം അസാധ്യമാണെന്നാണ് സംവിധായകൻ നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്നേഹത്തിനായുള്ള ദാഹം ഈ സഹോദരിമാരിൽ ഉണ്ടായിരുന്നേക്കാം. എന്നാൽ അത് പുറത്തു വരുന്നത് മരണത്തിൻ്റെ അന്തരീക്ഷത്തിൽ മാത്രമാണ്. ആഗ്നസിൻ്റെ അടക്കത്തിന് ശേഷം പോകാനൊരുങ്ങുമ്പോൾ മരിയ താൻ കാരിനോട് സ്നേഹത്തിനായി കെഞ്ചിയതും തങ്ങൾ പിന്നീട് കെട്ടിപ്പിടിച്ചു കരഞ്ഞതുമൊന്നും ഓർക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത്തരം വികാരങ്ങളെയെല്ലാം അടിച്ചമർത്താനാണ് പുറത്തെ ലോകം, ആധുനിക മുതലാളിത്ത ലോകം നമ്മെയെല്ലാം പഠിപ്പിക്കുന്നത്. മനുഷ്യ ബന്ധങ്ങളുടെ മൂല്യം നഷ്ടപ്പെടുന്നത് ബെർഗ്മാൻ്റെ മിക്ക സിനിമകളിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഈ മൂല്യനഷ്ടത്തിന് കാരണം മതങ്ങളാണ് എന്നായിരുന്നു പൊതുവെ അവയിലൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നത്. എന്നാൽ ഈ സിനിമയിൽ സാമ്പത്തിക ഘടന ഒരു കാരണമായി അദ്ദേഹം കരുതുന്നു. ദൃശ്യങ്ങൾക്കായി അദ്ദേഹം തിരഞ്ഞെടുത്ത തീം കളർ ക്രിംസൺ ആയത് രക്തബന്ധത്തെയും മരണത്തെയും ആത്മാവിനെയും മറ്റും ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും സിനിമ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അന്നയിലൂടെയും ആഗ്നസിലൂടെയുമുള്ള സ്നേഹത്തിൻ്റെ സാധ്യതയും മറ്റുള്ളവരുടെ എല്ലാം സ്നേഹരാഹിത്യവും മൂലമാണ്. വളരെ വ്യക്തമായ വർഗപരമായ ഒരു വേർതിരിവ് ഇതുണ്ടാക്കുന്നുണ്ട്. ഇത് കാണാതെ പോകുന്നത് ഇന്നത്തെ സമൂഹത്തിൻ്റെ രോഗാതുരമായ കണ്ണുകൾ കൊണ്ട് നാം നോക്കുന്നത് കൊണ്ടാവാം. നന്ദി.